ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ റീസെൻ്റ്ലി തന്നെ നമുക്ക് കുറേ പേർക്ക് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് പ്രത്യേകിച്ച് ഇൻകം ടാക്സിൻ്റെ നോട്ടീസും സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇൻകം സ്ലാബ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ താഴെ ആയിരിക്കും, പക്ഷേ എന്നാലും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ്സും സംഭവങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻകം നോട്ടീസ് വരാട്ടോ. അപ്പോൾ കുറേ പേർക്ക് വിചാരമുണ്ട് നമ്മുടെ ഇൻകം 5 ലക്ഷത്തിന് താഴെയാണ്, 2 ലക്ഷത്തിൻ്റെ താഴെയാണ്, അപ്പോൾ നമുക്ക് ഇൻകം അല്ലെങ്കിൽ ITR സംഭവം ഫയൽ ചെയ്യേണ്ട, നമുക്ക് ഇൻകം ടാക്സിന് നോട്ടീസ് സംഭവമൊന്നും വരില്ല. പക്ഷേ നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നമ്മൾ ഈ പറയാം, ഇപ്പോൾ 2 ടൈപ്പ് ട്രാൻസാക്ഷനിലാണ് നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇൻകം ടാക്സിന് നോട്ടീസ് വരിക. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുക. നമ്മൾ എന്തായാലും അത് വഴിയേ പറയാം. അപ്പോൾ എന്തായാലും നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഫുൾ ഓഫ് അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണുന്നതോടെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തായാലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലിങ്ക് കാണിക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യത. അതുപോലെ ഒരെണ്ണം നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 1 ലാഖിൻ്റെ അബോവ് ബില്ല് നിങ്ങൾ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് ഡയറക്റ്റ് ക്യാഷ് കൊടുത്തിട്ട് അടയ്ക്കാം. അപ്പോൾ അങ്ങനെ ക്യാഷ് കൊടുത്ത് അടയ്ക്കുമ്പോൾ 1 ലാഖിൻ്റെ അബോവ് ഉള്ള ട്രാൻസാക്ഷനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് വരാം. എന്താ വെച്ചാൽ ബ്ലാക്ക് മണി ആവാനുള്ള സാധ്യത, അതുകൊണ്ടാണ് ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നത്. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്താൽ മതി, പക്ഷെ എന്നാലും നോട്ടീസ് വരും കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഓൺലൈനായിട്ട് മാത്രം അടയ്ക്കുക, ഓഫ്ലൈനായിട്ട് അടയ്ക്കാൻ നോക്കണ്ട. എന്താ വെച്ചാൽ അത് കുറച്ച് തലവേദന ആയിരിക്കും ചിലപ്പോൾ. പ്രത്യേകിച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് കുറച്ച് എമൗണ്ട് കൂടുതലാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോരാതിന് അറിയായിരിക്കും നിങ്ങൾ ഓഫ്ലൈനായിട്ട് ക്യാഷ് കൊടുത്ത് അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ്, പിന്നെ ചിലപ്പോൾ തലവേദനയാവും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ബില്ല് ഒരിക്കലും ചെയ്യരുത്. എന്ന് വെച്ചാൽ അത് ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, മൾട്ടിപ്പിൾ കാർഡ്സ് ഇപ്പോൾ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കാർഡിൽ തന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് 10 ലക്ഷത്തിൻ്റെ അബോവ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് എന്തായാലും വരും കേട്ടോ. എന്ന് വെച്ചാൽ ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ ആക്ച്വലി ബാങ്കുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഇൻകം ടാക്സ് നോട്ടീസിനെ അറിയിക്കണം എന്നാണ് റൂള്. അപ്പോൾ ഇങ്ങനത്തെ ഹൈ എമൗണ്ട് ട്രാൻസാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു 3 lakh to 5 lakh അബോവ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് തന്നെ നോർമലി ഒരു ഇൻകം ടാക്സ് നോട്ടീസിലേക്ക് അറിയിക്കുന്നുണ്ട്. പക്ഷേ 10 ലക്ഷത്തിൻ്റെ അബോവ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ത്രൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആനുവലി 10 ലക്ഷത്തിൻ്റെ അബോവ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ആ എമൗണ്ട് ക്രെഡിറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിക്കില്ല കേട്ടോ. അപ്പോൾ അവർ ആ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാർഡ്സ് ആയിക്കോട്ടെ, ഒരു കാർഡ് ആയിക്കോട്ടെ, മാക്സിമം എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ആനുവലി 10 ലക്ഷത്തിൻ്റെ മുകളിൽ പോകാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളത് പോയിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ പ്രിക്കോഷൻസ് ആണ് പറയാം. നിങ്ങൾക്കിപ്പോൾ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകും, നിങ്ങളുടെ ഇൻകം അത്രയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് കാർഡിൻ്റെ ബില്ല് സംഭവങ്ങളൊക്കെ അടയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷെ അതൊരു രണ്ടും തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരുമ്പോഴാണ് ശരിക്കും ആക്ച്വലി ഇൻകം ടാക്സ് നോട്ടീസ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ കുറച്ച് പുലിവാലാവുക. പിന്നെ നമ്മൾ CIൻ്റെ അടുത്ത് പോയിട്ട് ആകെ ക്ലാരിഫൈ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻകം 6 ലക്ഷമാണ്, ബില്ല് വന്നേക്കുന്നത് 10 ലക്ഷം 20 ലക്ഷമൊക്കെ ആണെങ്കിൽ, അപ്പോൾ ആനുവലി വന്നേക്കുന്നത് ആനുവലിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ITR ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഇതുപോലെ ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ മറക്കരുതിട്ട്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് വഴിയെ പണി കിട്ടാനും അല്ലെങ്കിൽ ഫൈൻ വരാനും സംഭവങ്ങളൊക്കെ നോട്ടീസ് വരാനൊക്കെ വരുത്തും. അപ്പോൾ അത് നിങ്ങൾ പോകണ്ട. അത്യാവശ്യം നല്ല ഒരു CAനെ കണ്ടിട്ട് ഇതിൻ്റെ ക്ലാരിഫൈ ചെയ്യാൻ നോക്കുക. നല്ല CA എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കുറേ പേര് CAകളുണ്ട് 10 പൈസയ്ക്ക് വരില്ലാത്തവർ. അപ്പോൾ അവരെ നടത്തിക്കൊന്നും പോരുന്നിട്ട് പണി കിട്ടും, പിന്നെ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, അതിൻ്റെ നമ്മളവിടെ കയറിയും. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഈ ഇൻകം ടാക്സ് നോട്ടീസിൻ്റെ സംഭവത്തിനൊക്കെ കുറച്ച് റൂൾസുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്കത് കുറച്ച് ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് അറിയിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതുപോലെ ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ സംഭവങ്ങളൊക്കെ നടത്തുമ്പോൾ അത് നിങ്ങളൊരു കമ്പനി ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, സംഭവങ്ങളായിക്കോട്ടെ, നമ്മൾ ആക്ച്വലി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് അറിയിക്കണമെന്ന് നിയമമുണ്ട്. അത് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഫോം ഉണ്ട്, ഫോം 61A എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് എന്തുവാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി ചെയ്യണം എന്നൊരു നിർബന്ധ സംഭവമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഫയൽ സംഭവങ്ങളൊക്കെ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങൾ ചെയ്യാൻ മറക്കരുതാണ്. അത് നമ്മുടെ ഒരു അറിയിക്കലാണ്. ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ സംഭവം ഒന്നും അറിയിക്കേണ്ട വരില്ല, നിങ്ങൾ
ഓൾറെഡി അടയ്ക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് അറിയിക്കാൻ മറക്കരുത്. ഇതൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, കറക്റ്റ് പേരും കിട്ടില്ല, കറക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യാനൊക്കെ പറയില്ല, അതന്നെ സംഭവം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഫോം 26AS ആണ് അടയ്ക്കേണ്ടത്, നമുക്ക് ഫയൽ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 26AS ആണ് അടയ്ക്കേണ്ടത്. മറ്റേത് നമുക്ക് ആക്ച്വലി കമ്പനീസിനും അതുപോലെ തന്നെ അങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനത്തെ സംഭവത്തിനൊക്കെയാണ് ഫോം 61A വരുന്നത്. അപ്പോൾ അത് ഡിഫറൻസ് ഉണ്ട്. നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഫോം 26AS ആണ് അടയ്ക്കേണ്ടത് കേട്ടോ. എപ്പോഴും അടയ്ക്കേണ്ടത് പറയുന്നത്, ഫയൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ട് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. രണ്ടും സംഭവം സെയിം പർപ്പസ് തന്നെയാണ്, പക്ഷെ അത് എൻറ്റിറ്റി ഡിഫറൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം നമുക്ക് കമ്പനിക്കും അതുപോലെ തന്നെ രജിസ്ട്രാറിന്, പോസ്റ്റ് ഓഫീസിന്, ബാങ്ക്സിനൊക്കെയാണ്. ഒരെണ്ണം നമുക്ക് ഇൻഡിവിജ്വലിന് സംബോധനമാണ് കേട്ടോ. അതാണ് ഡിഫറൻസ് വരുന്നത്. വേറെ ഡിഫറൻസ് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ രണ്ട് മെയിൻ ട്രാൻസാക്ഷൻ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് അതിൻ്റെ പ്രിക്കോഷൻസ് ആയിട്ട് ഇത് അറിയിക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓവറോൾ ട്രാൻസാക്ഷൻ 1 ഇയറിൽ 10 ലക്ഷത്തിന് താഴെ വെക്കാൻ നോക്കുക കേട്ടോ. അത് സിംഗിൾ കാർഡ് ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ കാർഡ് ആയിക്കോട്ടെ കേട്ടോ. എന്നുവെച്ചാൽ അതിനൊക്കെ നമ്മുടെ ടാക്സ് നോട്ടീസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ചുമ്മാ തലവേദന എടുക്കണ്ടല്ലോ, അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് എന്താ പറയുക, രണ്ട് ട്രാൻസാക്ഷൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള വേസ് കിട്ടുക. അപ്പോൾ മറക്കണ്ട, നോട്ട് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ചിലപ്പോൾ കുറേ പേർക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും മൾട്ടിപ്പിൾ കാർഡുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ പേർക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ എന്താ, ഞാൻ മൾട്ടിപ്പിൾ കാർഡ്സ് എന്ന് പറയുമ്പോൾ വെച്ചാൽ മൾട്ടിപ്പിൾ കാർഡ്സ് വരുമ്പോൾ നമ്മുടെ ടോട്ടൽ ലിമിറ്റും കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ യൂസേജും കൂടുമല്ലോ, അതിനനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സിംഗിൾ കാർഡിൽ ഇപ്പോൾ 1 ലക്ഷമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ 1 ലക്ഷത്തിൽ നമുക്ക് ലിമിറ്റിൽ നമ്മൾ എന്തായാലും ഒരു കൊല്ലം ടോട്ടൽ ഫുൾ ലിമിറ്റ് 1 lakh ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് 12 ഒരു മാസം ഒരു കൊല്ലം ആകുമ്പോൾ 12 ലക്ഷം വരുള്ളൂ. അപ്പോൾ അത് നോർമലി ആരും ഉപയോഗിക്കില്ല. ഇങ്ങനെ അത്രയ്ക്ക് എമൗണ്ട് കുറഞ്ഞുള്ളവർ എന്തായാലും 1 ലക്ഷം എല്ലാ കൊല്ലം ഉപയോഗിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ യൂട്ടിലൈസേഷൻ കൂടും, അപ്പോൾ അതിനനുസരിച്ച് സിബിൽ സ്കോറും കുറയും. അപ്പോൾ മാക്സിമം ഒരു 40% ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ മൾട്ടിപ്പിൾ കാർഡ്സ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ ലിമിറ്റ് കൂടും. അപ്പോൾ 1 ലക്ഷത്തിന് തന്നെ 5 കാർഡിന് 5 ലക്ഷം ആയല്ലോ. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് എല്ലാ കാർഡിലും ഒരു 50,000 വെച്ച് തന്നെ മാസം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ കാർഡ്സിന് എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ സിംഗിൾ കാർഡിൽ വന്നാലും ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതിയിട്ടാണ്, നിങ്ങൾക്ക് അവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.